ഇൻസ്പെക്ടർ പാണ്ട, ഒന്ന് പതുക്കെ. ഞങ്ങളെല്ലാവരും പാല് കുടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ വണ്ടി കുലുക്കുകയാണെങ്കിൽ എല്ലാവരുടെയും വായിന്ന് വെണ്ണ പുറത്തു വരും. സംശയമുണ്ടോ? സോറി, ഈ റോഡ് അത്ര നല്ലതല്ല. എന്നാ പിന്നെ നല്ല റോട്ടിൽ കൂടെ പൊക്കോടെ നിങ്ങക്ക്. നമ്മൾ എങ്ങോട്ട് പോകുന്നു? ഈ റോഡിലൂടെ പോയാലേ ചെന്നെത്താൻ കഴിയുള്ളൂ. ഇൻസ്പെക്ടർ പാണ്ട, ഇവരൊക്കെ എന്തിനാണ് തടവുകാരുടെ ഡ്രസ് ഇട്ടിരിക്കുന്നത്? കാരണം ഇവർ തടവുകാരാണ്. തടവുകാരാണെങ്കിൽ പുറത്തെന്തിനാ അവര് നിക്കുന്നേ? കാരണം ഇത് ഓപ്പൺ ജയിലാണ്. ഈ ജയിലിന്റെ ആനിവേഴ്സറിക്കാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഓപ്പൺ ജയില്.
ഔട്ട്. ബോയ്, നമ്മളെ രക്ഷിക്കാനായി നമ്മളെ കൂട്ടുകാരൻ ഹെലികോപ്റ്ററുമായി വന്നു കഴിഞ്ഞു. അതെയോ? എന്നാ പ്ലാൻ തുടങ്ങാം. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഗെയിമാണ്, അല്ലാതെ വഴക്കല്ല. നന്നായി പോയി. എക്സൈറ്റ്മെന്റിൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ബണ്ണി. വിട്ടേക്ക്. വരൂലല്ലോ ബായ്, വരൂലല്ലോ ബായ്. ഞാൻ വരുന്നില്ല. നീ അതിൽ ലാലാന്ന് പറയേ. ആ ശരി, സമ്മതിച്ചു. ലാലാന്ന് പറഞ്ഞു. പെട്ടെന്ന് പോ, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് പണി തീരും. അവൻ രക്ഷപ്പെട്ടു പോവാ. ഇത് കയറ് മുറിക്കാൻ നോക്കിയത്. എന്താ ഇപ്പൊ നമ്മൾ രണ്ടുപേരുമേ അത് താഴേക്ക് വീഴും. ഞാൻ ക്ലയന്റിന്റെ വീട്ടിലെത്താൻ ഒരു കാരണവശാലും വൈകിക്കോളൂ ഞാൻ. കൃത്യമായ സ്ഥലത്ത് കൃത്യമായ സമയത്താണ് ഞാൻ എത്തിയത്. എവിടെ വർക്കിന് പോയാലും എന്റെ ക്ലയന്റിന് വേണ്ടി ഞാൻ ഷാർപ്പ് ടൈമിലായിരിക്കും എത്തുന്നത്. ഞാൻ കോമളവല്ലി. കോമളത്തിന്റെ പാന്റ് ന്യൂ ജനറേഷൻ പോലെ കീറിയിരിക്കുകയാണല്ലോ. അതോ ഇനി വരുന്ന വഴിക്ക് ഡോഗ് എഗാനും കടിച്ചായിരുന്നോ? അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്റെ ആൾക്കാർ തന്നെയല്ലേ കടിച്ചത്. നീ പനി വന്ന് ക്ഷീണിച്ചിരിക്കുന്നോണ്ട് നിനക്കൊരു എല്ലും കഷ്ടം പോലും കടിക്കാനുള്ള ആരോഗ്യമില്ല ഇപ്പൊ. അങ്ങനെ ചെയ്താൽ നിന്റെ ഉള്ള പല്ലും കൂടി പോകും. കാട്കർ മാഡമാണ് എന്നെ വിളിച്ചത്. കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സർദാറിനെ എന്റെ സ്വന്തം മോനെ പോലെ നോക്കിക്കോളാം. അതിലൊരു സംശയം വേണ്ട. ഒരു മിനിറ്റ്, എന്റെ മോൻ കോമളൻ വിളിക്കുന്നുണ്ട്. ഞാൻ എടുത്ത് സംസാരിക്കട്ടെ. എടോ, എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ജോലി ചെയ്യുമ്പോ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തരുതെന്ന്. ഇനി ഇത് ആവർത്തിച്ചാൽ നെറ്റ്വർക്കിന്റെ കമ്പി ഒടിച്ച് നിന്റെ തലക്കെട്ട് തരും ഞാൻ. അയ്യോ വേണ്ട, തീ മൊത്തത്തിൽ പടരുകയാ. ഹണി, തീ അണയ്ക്കാൻ എന്നെ ഒന്ന് സഹായിക്ക്.
ഡിസംബർ മാസത്തിൽ എല്ലാവർക്കും മെയ് മാസത്തിലെ ഫീലിംഗാ ഉള്ളത്. ജോർദാറിനെ ചൂട് കൊള്ളിച്ച് കൊള്ളിച്ച് ഒരു ഹോട്ട് ഡോഗ് ആക്കി മാറ്റിയിരിക്കുക. മിക്കവാറും ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഇനിയിപ്പോ കൈയുടെ കാര്യം അവിടെ നിക്കട്ടെ. നിന്റെ ഫുൾ ബോഡിയിലും എന്തെങ്കിലും മുറിവ് പറ്റിപ്പോയാലോ? അതുകൊണ്ട് ദാ ഇതും കൂടി ആവാം. ജോർദാറിനെ ഞാൻ പിടിക്കാം. ഇതെല്ലാം ഈ എക്സ്ട്രാ ബാൻഡേജ് കാരണമാണ് ഉണ്ടായത്. ജോർദാറിനെ അവന്റെ അച്ഛനെ ഓർമ്മ വരുന്നുണ്ടെന്നാ തോന്നുന്നേ. സാധാരണ എല്ലാവരും അമ്മയമ്മയെന്ന് വിളിച്ച കരയാറ്. ഇവിടെ ജോർദാർ അച്ഛ അച്ഛ എന്നാ വിളിക്കുന്നത്. കോമളച്ചിയുടെ കെയറിങ് വെറൈറ്റിയാണ്. എടാ കഴുതേ, ജോർദാറിന് തണുക്കുന്നുണ്ട്, കൂടാതെ നല്ല തുമ്മലും. ഇടിച്ചു വീഴാൻ പോവുകയാണ്. ആദ്യം രക്ഷിക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവൻ ഹുയ് ഹുയ് എന്ന് പറഞ്ഞ് മേലോട്ട് പോകും. സുഖമാണോ നിനക്ക്? ഇല്ല കൊച്ചമ്മേ, കൊച്ചമ്മ എന്നെ തെറ്റിദ്ധരിച്ചതാ. ഓഹോ പെങ്ങളെ, ഇവള് പറയുന്നതേ പെങ്ങൾക്ക് വിവരമില്ലെന്നാ. അയ്യോ അമ്മാവ, എന്തിനാ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത്? ചേട്ടന്റെ ഇഷ്ടപ്പെട്ട സീരിയൽ കാണുവാ. എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് കൊണ്ട് അമ്മാവന് എന്ത് ഗുണമാ കിട്ടുന്നത്? പരേന്ദ്ര സിംഗ് എന്നാണ് എന്റെ പേര്. പാരവെപ്പാണ് എന്റെ ജോലി.
ഈ പരേന്ദർ സിംഗ് കുറച്ച് ഓവർ അല്ലേ? അതേടാ, ആ പാവപ്പെട്ട പെൺകുട്ടിയെ അവൻ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ചേട്ടാ, എന്റെ അഭിപ്രായത്തിലേ ഇയാളെ കുറച്ച് നന്നാക്കി എടുക്കേണ്ടി വരും. എടാ കിറ്റ്കിറ്റ്, ഇത് സീരിയലാണ്. അതെ ഭായ്, 3 വർഷം കൊണ്ട് ഞാൻ സീരിയൽ കണ്ടോണ്ടിരിക്കുക. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് വയറിളക്കുള്ള മരുന്ന് വരെ കലക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട മീറ്റിംഗിന് പോകുന്ന സമയത്ത് ഇയാള് കാറ് പഞ്ചറാക്കുകയും ചെയ്യും. തോത്തറാമേ, തിരക്കഥാകൃത്ത് എഴുതി ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്നതാണ് അയാൾ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. സംശയമുണ്ടോ? ചേട്ടാ, എല്ലാവരും ഒരു ടീമാണെന്നാ തോന്നുന്നേ. എല്ലാവരെയും നമ്മളൊരു പാഠം പഠിപ്പിക്കേണ്ടി വരും. തോത്താറാം, എനിക്ക് പരന്ദർ സിംഗിനെ നന്നായിട്ട് അറിയാം. അയാൾ വളരെ മാന്യനാണ്. അയാളുടെ അഭിനയം നീ എന്തിനാണ് യാഥാർത്ഥ്യമാണെന്ന് വിചാരിക്കുന്നത്? അയാളുടെ വീട് എവിടെയാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ചേട്ടാ, വീട്ടിലല്ല, ഒരു വലിയ സ്റ്റുഡിയോയിലാ ഈ ഷൂട്ടിംഗ് നടക്കുന്നത്. നമ്മുടെ ഗഫൂറക്കയുടെ ബംഗ്ലാവ് ഒരു വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? ഇനി എല്ലാ കാര്യങ്ങളും ആക്ഷനിലൂടെ ആയിരിക്കും. കൊള്ളാം ചേട്ടാ, പോസ്റ്റർ പൊളിച്ച് ഹീറോ പുറത്തിറങ്ങി. മര്യാദയ്ക്ക് പുറത്ത് വന്നേക്ക്. ഇന്ന് നിന്നെ ഞാൻ അടിച്ച് പറോട്ടയാക്കും. എടാ തോത്താറാമേ, നീ എന്തുവാടായി കാണിക്കുന്നേ? പോലീസ് 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 പോലീസ്! വേണ്ട വേണ്ട, സാറ് പോലീസിനെ വിളിക്കണ്ട, ഞങ്ങൾ ഇവനെ കൊണ്ട് പൊയ്ക്കോളാം. നീ എന്തായി ചെയ്യുന്നേ? അവന് പെൺകൊച്ചിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എടാ തോത്താറാമേ, അതിനയാള് വൃത്തികെട്ടവനാണ്, എനിക്കതറിയാം. നീ തെറ്റിദ്ധരിച്ചതാണ് തോത്താറാമേ. അയാള് മതി. നിങ്ങൾ എന്റെ കൂട്ടുകാരാണോ അയാളുടെ കൂട്ടുകാരാണോ? അയാളെ ഞാൻ വെറുതെ വിടില്ല. അതെന്തായാലും ഞാൻ തീരുമാനിച്ച കാര്യമാണ്. നരേന്ദ്ര സിംഗ് അഭിനയിക്കുകയാണ്. അത് ഈ കഴുത എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? എനിക്ക് നേരത്തെ മനസ്സിലായതാണ്, ഇനി തോത്താറാമിനെ മനസ്സിലാവേണ്ടത്. ഇവൻ തോത്താറാമിനെ തന്നെയാ കഴുതെന്ന് വിളിച്ചത്. പക്ഷെ എന്തിനാ തോത്താറാമിനെ വെറുതെ കഴുതെന്ന് വിളിക്കുന്നത്? ഇത് തോത്താറാമിന്റെ തെറ്റല്ലല്ലോ. അവൻ പരേന്ദ്ര സിംഗിനെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെയല്ലേ വിചാരിക്കുള്ളൂ. ഇല്ല ഇല്ല ഇല്ല, മാവിൽ നിന്ന് മാങ്ങ അടർന്ന് വീട്ടിലെത്തി, അത് ജ്യൂസ് അടിച്ചു. എന്നിട്ട് അത് എന്നോട് ആരൊരു വാക്ക് പോലും പറഞ്ഞില്ല. പരേന്ദ്ര സിംഗ്, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. അത് ശരി. അപ്പൊ നീ എന്റെ കൂട്ടുകാരെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലേ? അതെ ചേട്ടാ, അതെ, സാരി ഉടിപ്പിച്ച് വിഷമിപ്പിക്കുകയാണ്. ഇന്നത്തോടെ ഇവന്റെ കാര്യം പോക്കാം. ബസ്സിനെ മരിപ്പിച്ചുകൊണ്ട് താൻ എങ്ങോട്ടാണ് പോകുന്നത്? എന്റെ അളിയന്റെ വലിയപ്പന്റെ കൊച്ചച്ഛന്റെ വീടൊന്നും അല്ല. ഇവിടെ ഇപ്പോ ഷൂട്ടിംഗ് നടക്കുകയാണ്. പോയി അങ്ങോട്ട് മാറി നിൽക്ക്. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. മോളെ, നമ്മുടെ തോട്ടത്തിൽ പുതിയ മാങ്ങ ഉണ്ടായി. ജ്യൂസ് ഉണ്ടാക്കിയപ്പോ മോളെ ഞാൻ ആദ്യം ഓർമ്മിച്ചത്. ഡാ കുടിക്കേ. പരേന്ദ്ര സിംഗ് സ്വന്തം പെങ്ങളെക്കാൾ ഇഷ്ടമാണ് നിനക്ക് ഇവളെ. ഇതൊട്ടും ശരിയല്ല. ഇങ്ങനെ ഒരു രംഗം നടക്കുമ്പോ എന്തുകൊണ്ട് ഈ ഭൂമി പിളരുന്നില്ല പിളരുന്നില്ല പിളരുന്നില്ല? അങ്ങനെയൊന്നും പറയില്ലേ ചേച്ചി. മരുമകൾ ഈ വീട്ടിൽ കാലുകുത്തിയ അന്ന് മുതൽ മാവ് നന്നായിട്ട് പൂക്കുന്നുണ്ട്. ഇവൾ നമ്മുടെ വീട്ടിലെ ഐശ്വര്യ വിളക്കാണ്. മുതലാളി പറഞ്ഞത് വളരെ ശരിയാണ്. ഇയാൾ ഇത്ര പെട്ടെന്ന് അങ്ങ് നന്നായി പോയോ? ചേട്ടാ, ചിലപ്പോ ഇയാൾക്ക് ദൈവവിളി ഉണ്ടായി കാണും. അതാ ആക്ഷൻ. മൊലാളി, കാട്ടിലെന്റെ വീടിന്റെ മേൽക്കൂര താഴെ വീണു. അയ്യോ, എന്നിട്ടെന്താ കൊച്ചലിയെ പറയാണ്ടിരുന്നത്? ഇനി നമ്മൾ എവിടെയാ താമസിക്കുക? കൊച്ചമ്മേ, എന്റെ അതായത് മാധവ് സിംഗിന്റെ മേൽക്കൂരയാ. ഞാൻ പാവപ്പെട്ട തോട്ടക്കാരനാ. കൊച്ചമ്മ ഇവിടുത്തെ കൊച്ചമ്മയാണ്. എന്റെ ഭായ്, നീ ആരോടായി സഹായം ചോദിക്കുന്നത്? അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ആളാ. പിന്നെ എങ്ങനെ ഇതൊക്കെ ചെയ്യും? മാധവ് സിംഗ് ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്. ഇവനൊരു പുതിയ വീടുണ്ടാക്കി കൊടുക്ക. ശരി മുതലാളി. അതായത് മാധവ് സിംഗിന്റെ മേൽക്കൂരയാ. ഞാൻ പാവപ്പെട്ട തോട്ടക്കാരനാ. ഗുഡ് ഗുഡ് ഗുഡ്, വെരി ഗുഡ്. എന്റെ ഭായ്, നാട്ടിലുള്ളവരൊക്കെ ഇയാളെ ബഹുമാനിക്കുന്നല്ലേ പറയുന്നത്? ഈ പരേന്ദർ സിംഗ് ആകെ ചേഞ്ച് ആയോ? ഇല്ല ചേട്ടാ, പഴയതുപോലെ തന്നെയാ. അയാളുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇള നന്നായെന്നാണ്. എൻട്രി ആവ്, ആക്ഷൻ. മുതലാളി ഓർഡർ ചെയ്തതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സംശയമുണ്ടോ? ചേച്ചി, ഞാൻ ഈ സ്വർണ്ണാഭരണങ്ങളും മാലയും വാങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ലതാണ്. പക്ഷെ ഇത് നീ അണിഞ്ഞു കഴിഞ്ഞാൽ അത്ര ഭംഗിയുണ്ടാവുന്ന തോന്നുന്നില്ല എനിക്ക്. ഇത് നമ്മുടെ മരുമോൾക്ക് വേണ്ടിയാണ്. എന്താ എന്താ എന്താ? ഇതെല്ലാം മരുമോൾക്ക് വേണ്ടിയുള്ളതാണ്. സംശയമുണ്ടോ? താങ്ക് യു അമ്മാവാ. താങ്ക് യു പറയേണ്ട ഒരു കാര്യമില്ല. നീ എന്റെ മരുമകളല്ല, മകളാണ്. മാത്രവുമല്ല, ഈ വീടിന്റെ വലിയൊരു വിളക്കാണ് നീ.